ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എനിക്ക് അവസരം തന്ന CSSMന്റെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. എന്റെ പേര് ജുവൽ ലോയ്സി. ഞാൻ ചാമോള സഭയിലെ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ യേശുവേ, ഇനി എനിക്ക് അവസരം തന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അടിയൻ അങ്ങയുടെ വചനമായി നിൽക്കുമ്പോൾ അടിയന്റെ നാവിന് ബലം തരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അല്പനേരത്തെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ്. പ്രധാനമായി ഇതിൽ പറയുന്നത് മരുഭൂമിയിൽ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതാണ്. യേശു 40 രാവും 40 പകലും യേശു ഉപവസിച്ചു. യേശുവിന് വിശന്നു തുടങ്ങിയപ്പോൾ പിശാച് അടുത്ത് വന്ന് യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെടുത്ത് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു മറുപടി പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നീട് പിശാച് യേശുവിനെ വിശുദ്ധ നഗരത്തിൽ ദേവാലയത്തിലെ അഗ്രത്തിന്മേൽ നിർത്തി യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക. അപ്പോൾ യേശു പറഞ്ഞത്, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും. യേശു പിശാചിനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. പിന്നീട് പിശാച് യേശുവിനെ വലിയൊരു മലമുകളിൽ കൊണ്ടുചെന്ന് ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചിട്ട് പറഞ്ഞു, പിശാചിനെ വീണു നമസ്കരിച്ചാൽ ഇതെല്ലാം യേശുവിന് നൽകാം. യേശു പിശാചിനോട് പറഞ്ഞു, സാത്താനെ, നീ എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. അപ്പോൾ തന്നെ അവിടുന്ന് സാത്താൻ പോയി. പിന്നീട് ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. ഈ വേദഭാഗത്തിൽ പറയുന്നത് പോലെ ഒരുപാട് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിലൊന്നും അകപ്പെടാതെ വണ്ണം നമ്മുടെ ദൈവമായ യേശുവിനെ ആശ്രയിച്ച് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നല്ല കർത്താവേ, അടിയൻ അങ്ങയുടെ വചനം സംസാരിക്കുമ്പോൾ അടിയന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കണമേ. ആമേൻ.